എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് ഈവനിങ് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കുമ്പളപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ കുമ്പളപ്പം ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനുശേഷം ഞാൻ സവാള ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാളയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ കുരുമുളക് പൊടി, അതുപോലെ തന്നെ മസാല, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ മുളക് പൊടിയും കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും അതിനുശേഷം കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേഗണം ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ ഇത് വേറൊരു പാത്രത്തിലൂടെ വാങ്ങി വെച്ച് ആറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിയതിന് ശേഷം അതിനുശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് കാണിക്കാമേ. ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതിന് ശേഷം ആ പാത്രത്തിലോട്ട് തന്നെ വാങ്ങി വെക്കുകയാണ്. വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് അരിപ്പൊടി എടുക്കണം. അതവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ഒരു പാത്രത്തിലോട്ട് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് വെച്ചാൽ ചിക്കൻ എത്രയാണോ അതിൻ്റെ മെഷർമെൻറ്റിൽ തന്നെ നമ്മൾ അരിപ്പൊടി എടുത്താൽ മതി. രണ്ടും സമം എന്നുള്ള രീതിയിൽ എടുത്താൽ മതിയെ. അതിനകത്തോട് ഞാൻ കുറച്ച് തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരിയല്ല, അതിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പെന്ന് വെച്ചാൽ ഉപ്പ് നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. കാരണം ഓൾറെഡി നമ്മൾ ചിക്കൻ മുപ്പസിനകത്ത് ഞാൻ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ഞാൻ തിളപ്പിച്ച് ആറിച്ച വെള്ളമാണ് ഇതിന് അല്ലാണ്ട് ഇത് ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഞാൻ വെള്ളമിട്ട് നന്നായിട്ട് അരിപ്പൊടിയാണ് കട്ട പിടിക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാമേ.
കുറച്ചുകൂടെ വെള്ളം വേണമായിരുന്നു. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത് നമുക്ക് വേണ്ട പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് നിങ്ങൾ കാണാം, നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒട്ടും കട്ട പിടിക്കാണ്ട് എല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഭക്ഷണയില എടുത്തിട്ട് കുമ്പിൾ കുത്താം. ഭക്ഷണയില ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കുമ്പിൾ കുത്തിയിട്ട് കാണിക്കാം. എല്ലാം ഞാനൊന്ന് കുമ്പിൾ കുത്തട്ടെ. അപ്പം ഞാനെല്ലാം കുമ്പിൾ കുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫില്ല് ചെയ്യാണ്. ഇതിനകത്ത് ഓരോന്നായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. ഓൾമോസ്റ്റ് എല്ലാം ഇപ്പം ഞാൻ കുമ്പിൾ കുത്തി അതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിതിനെയും എന്താ പറയുക, സ്റ്റീം ചെയ്യണം. അപ്പോൾ ഇഡ്ഡലിക്കുട്ടകത്തിൽ നമ്മൾ ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ച് ഞാൻ ഇഡ്ഡലിത്തട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നിറച്ച് കൊടുക്കട്ടെ. ഇതെല്ലാം നിറച്ച് കൊടുത്ത് 20 മിനിറ്റ് നമ്മൾ വേവിക്കണം. അപ്പോൾ നല്ല ഞാൻ നിറച്ച് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. നല്ല മണം വരുന്നുണ്ട്, നന്നായിട്ട് ആവി പറക്കുന്നുണ്ട്. നല്ല മണം, ചിക്കൻ്റെ ഇതും ആ ഭക്ഷണയിലയുടെ ആ മണമൊക്കെ വന്നിട്ട് നല്ല മണം വരുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാം ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാം മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ഇതാണ്, ഇതും ചുക്ക് കാപ്പിയുമാണ്. ചിക്കൻ കുമ്പിളപ്പം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണം. അപ്പോൾ വേറൊരു നല്ല ഫോമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ടാറ്റാ.